ഹായ്, നമ്മൾ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇന്ന് നമ്മളെ റെസിപ്പി ചോലെ ഭട്ടൂരി എന്ന് പറയും. ഈ ഒരു വെള്ളക്കടല ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. കഴുകിയെല്ലാം കുതിർത്ത് വെച്ചതാ. രാവിലെ കുത്തി പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മുഴുവന് ഇതിൻ്റെ കൂടെ തന്നെ അത് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഇത് വേകാനുള്ള ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ്, ഇട്ട് കൊടുക്കാം. നമുക്കിത് കുറച്ചും കൂടി വെള്ളം വേണം. ഇങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചെടുത്ത് ഈ ഉരുളക്കിഴങ്ങ് 2 കഷ്ണമാക്കി കൊടുക്കുക. എന്നാൽ വെള്ളം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് 3 വരെ വെച്ച് കൊടുക്കേണ്ടി വരും. അതിന് വേവാനുള്ള വെള്ളം മാത്രം വെച്ചാൽ മതിയല്ലോ. ഇതിന് 2 or 3 വിസിൽ, കടലക്കൊക്കെ വേവുണ്ടല്ലോ, ഒരു 3 വിസിൽ അങ്ങനെ നമുക്ക് ഗ്യാസിൽ വെക്കാം. ഇത് വേവുന്നേരം കാത്ത് വെക്കാം. ചോല ഭട്ടൂരിൻ്റെ എല്ലാം ആയി തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. തണിഞ്ഞിട്ടുണ്ട്, ഇതവിടെ തണിയട്ടെ. അപ്പോഴത്തെ നമുക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചുള മൊത്തം ഒരു മുഴുവൻ ഇഞ്ചിയും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു മുഴുവൻ ചുള വെളുത്തുള്ളി എടുത്തിട്ട് ഇത് അരച്ച് വെച്ചിട്ടുണ്ട്, ജീരകവും കൂട്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് മസാലകളും ചേർക്കണം. അരച്ച് വെച്ചാൽ നമ്മളിതിൽ ഇട്ട് നമുക്ക് ഒരു ഉള്ളി മുറിക്കാം. ഈ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ടാക്കി വെച്ച കടല നമ്മൾ ഇന്നലെ രാവിലെ കുതിർത്ത് വെച്ചതിന് ഇതാ. അല്ലെങ്കിൽ രാത്രി വേണമെങ്കിൽ രാവിലെ കുതിർക്കണം, രാവിലെ വേണമെങ്കിൽ രാത്രി കുതിർക്കണം. ഇതുപോലെ വെന്ത് 3 സീറ്റിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇതിനെ ഒന്ന് നമുക്ക് നന്നായി അടിച്ചു കൊടുക്കാം. ഇതിൽ തന്നെ ഇട്ട് വേപ്പിച്ചാൽ രണ്ടും കൂടി അങ്ങ് വെന്തോളും. ഇതിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതിനെ അടിച്ചു കൊടുത്ത് നല്ലൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മസാലകൾ റെഡിയാക്കണം കാണിച്ചു തരാം. നമ്മൾ ഇതിനിടയ്ക്ക് ഗ്രേവി ആക്കി വെച്ചാൽ 2 മാസം വരെ എത്തുന്നില്ല. ആ ഗ്രേവി ഇല്ലോണ്ട് നമ്മൾ ഉള്ളി അരക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് നോർത്ത് സൈഡിൽ ഉള്ളിയെല്ലാം അരച്ചിട്ടാണ് അത്. അപ്പോൾ ആ മസാല വെച്ചുകൊണ്ട് ഉള്ളിയെല്ലാം അരച്ചതുണ്ട് ഓൾറെഡി ആയിട്ട്. അതുകൊണ്ട് ഇതിന് മസാല റെഡിയാക്കേണ്ടത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കടലൊക്കെ കുറവ് 2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഗ്രേവി മസാലയും കൂടി ഇതിലിടും.
അല്പം ഗരം മസാല, നല്ലൊരു എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിന്. അല്പം കാസ്പൂണ് കുരുമുളക് പൊടി. ജീരകം വറുത്ത് പൊടിച്ചത് ഒരു കാസ്പൂൺ. ഈ മസാലകളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന വിധം കാണാം. കത്തിക്കാൻ ചീനച്ചട്ടി കഴുകിയെല്ലാം വെച്ച ചീനച്ചട്ടിയാണ്. ചൂടാക്കാൻ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാൻ നേരം നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് മിക്സാക്കി വെക്കാം. നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ച മസാലകളുണ്ടോ, അതുകൊണ്ട് ഇതിൽ ഉള്ളി അരച്ചിട്ടിടുന്നില്ല. അല്ലെ ഇതിൻ്റെ കൂടെ ഉള്ളിയും കൂടി അരച്ചിട്ടിടും. ഉള്ളിയും മസാല ഞാനൊരു കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലകൾ ഇട്ട് കൊടുക്കണം. മസാല ഇട്ട ഒരു ഒറ്റ മിനിറ്റ് നമുക്ക് അടച്ചു കൊടുക്കാം. അതിൻ്റെ മണം പുറത്ത് പോകാൻ പാടില്ല. അതിൻ്റെ മണം അതിൽ തന്നെ ഇരിക്കണം. നല്ല മണം വരുന്നുണ്ട്. നല്ല സൂപ്പർ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മുറിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും നല്ലോണം ഒന്ന് ഇളക്കി ലേശം ഒരു കളർ മാറുന്നവരെ വറുക്കാം. നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ടിട്ടണം. കടലൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം വാടുന്നവരെ വറുക്കുക. എണ്ണ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എണ്ണ കുറച്ചിട്ട് കൊടുത്താൽ മതി. എണ്ണ കുറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത്
അപ്പോൾ മസാലകളൊന്നും ഇതാ അന്നത്തെ ഫ്രിഡ്ജിൽ അരച്ച് വെച്ച മസാല നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നു. ഒന്നും അതിൽ എന്നും ഇതിൻ്റെ അകത്ത് ഒരുപാട് കറികൾ ഉണ്ടാക്കാം. എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂൺ ഇടറുന്നേ ഉള്ളൂ. നല്ല ഉണങ്ങിയ സ്പൂൺ ഇടണം, അല്ലെങ്കിൽ ഉടക്കായി പോവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം മസാല എടുക്കുമ്പോൾ. നനഞ്ഞ സ്പൂണും ഇട്ടേ കയറും, എന്നാലും മസാല നല്ലത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഗ്രേവി കുറച്ച് സ്പൂണും കാലും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ ഗ്രേവി ഇല്ലാണ്ടാണ് ഞാൻ ഉള്ളിയൊന്നും അരക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ ഉള്ളി നമ്മൾ അരച്ചിട്ട് ഒന്ന് ഇതിലിടുക. ഗ്രേവി ഇല്ലാത്തെല്ലാം ഉണ്ടല്ലോ. ഇത് 2 വിധത്തിൽ വെക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരുള്ള ഇത് വേറെ ഒന്നുണ്ട്. അമ്മി വന്ന് അരച്ചിട്ട് തന്നെ കസ്കസും അല്ല കടലയും കസ്കസും എല്ലാം അരച്ച് അത് വേറൊരു ടേസ്റ്റാണ്. ഇത് ഇങ്ങനെയില്ല. നല്ല എല്ലാം എണ്ണയെല്ലാം ഇറങ്ങി മസാലകളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും രസം കാണുമ്പോൾ തന്നെ ഒരു രസമാണ് വേറെ. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. ഞാൻ പിന്നെ ഉപ്പ് ശ്രദ്ധിച്ചിട്ടേ ഇടാറുള്ളൂ എല്ലാത്തിലും. അത് ഗ്രേവി ആദ്യമേ ആയതാണല്ലോ. ഒന്ന് ചൂടാതെ വരുമ്പോൾ അടുത്ത കടലയിടാം. കടലയിട്ടൊന്ന് ഇതാണ് ചോലെ വട്ടോട്. ഇനി അടുത്ത കൊഴിഞ്ഞ ഉരുളക്കിഴങ്ങ്. ഇത് നന്നായി ഇറക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കള്ളൊക്കെ മുങ്ങി വെള്ളം കൂടി കൂടുതൽ ആവശ്യമില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് അടച്ചൊക്കെ വരെ ഈ നന്നായി ഒന്ന് അടച്ച് ഇട്ട് നല്ല വെള്ളം വറ്റുന്നവരെ ഒന്ന് കാത്തിക്കാം. തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഓരോരുത്തർക്ക് ഉപ്പ് കൂടുതൽ വേണം, അല്ലേ കണക്ക് ഇട്ടാൽ മതി. കുറഞ്ഞാൽ നമുക്ക് പിന്നെ ഇടാമല്ലോ, കൂടുതലല്ലേ പ്രയാസമുള്ളൂ. ഇനി നമുക്ക് കസ്തൂരി മേത്തി ഇതിൻ്റെ മേലേലിട്ടാൽ നല്ല മണം കൂടാനില്ലായിരിക്കും. നല്ല കസ്തൂരി മേത്തി ഇങ്ങനെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമുക്കിത് വേണ്ടുന്ന മല്ലിച്ചപ്പ് ഇങ്ങനെ നമ്മൾ ഷോലെ വട്ടൂര് റെഡിയായി കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ഇത് പൂരിക്കും ചപ്പാത്തിക്കും എല്ലാം നല്ല ഒന്നാം തരം ടേസ്റ്റാണ് ഷോലെ വട്ടൂര്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ അതിൻ്റെ
അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ കുക്കിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ആളെ കാണുന്നുണ്ടെങ്കിൽ പുതിയ ആളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് അഭിപ്രായം എന്താ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ, താങ്ക് യു. നമ്മളെ ചോലെ ഭട്ടോര റെഡി. താങ്ക് യു.